നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഇ.ഡി. ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സുരക്ഷാ വീഴ്ച പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പ്. വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം തലക്കെട്ടുകൾ. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് വിശദീകരണം നൽകി DGP. 300 പോലീസുകാരെ വിന്യസിച്ചിരുന്നുവെന്നും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും DGP. കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെയും വീണയെയും ചോദ്യം ചെയ്യാൻ ഇ.ഡി. പിടിച്ചെടുത്ത വീണയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. 3 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. മൗനം തുടർന്ന മുഖ്യമന്ത്രി. സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം നാട്ടിലെത്തി. റഹീം വീട്ടിലെത്തിയത് 20 വർഷങ്ങൾക്കു ശേഷം. നന്ദി പറഞ്ഞ റഹീം. ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിച്ചവർക്കും മാധ്യമങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി. പെരുന്നാൾ ആശംസ നേർന്ന മുഖ്യമന്ത്രി പാണക്കാട്ട്. കർണാടകയിൽ നേതൃമാറ്റം. രാജി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ. വൈകിട്ട് 3 മണിക്ക് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും. മുഖ്യമന്ത്രിയാകുന്ന DK ശിവകുമാറിന് പരിപൂർണ പിന്തുണ നൽകണമെന്ന് മന്ത്രിമാരോട് സിദ്ധാരാമയ്യ. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ വീഴ്ചയുണ്ടായെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി. കേന്ദ്രമന്ത്രി വിളിച്ച ഉന്നതതല യോഗം തുടരുന്നു. IPL 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം നാളെ രാത്രി 7:30 മുതൽ. ജയിക്കുന്ന ടീം ഫൈനലിൽ. മാസപ്പടി കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഇന്നലെ റെയ്ഡിനെ തുടർന്ന് 18,36,242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതിൽ 3 എണ്ണം പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റേതാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനെ തുടർന്ന് 18,36,242 ബാങ്ക് അക്കൗണ്ടുകളാണ് ED മരവിപ്പിച്ചത്. ഇതിൽ 3 എണ്ണം പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റേതാണ്. റെയ്ഡിനിടെ വീണയുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോൺ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉടൻ തന്നെ PMLA കോടതിയിൽ ഹാജരാക്കും. ഇവ വളരെ വേഗം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് EDയുടെ നീക്കം. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. നൽകാത്ത സേവനങ്ങൾക്കായി എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ചതായി പറയുന്ന തുക ഏതു തരത്തിലാണ് വിനിയോഗിച്ചതെന്ന് ED പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അതേസമയം ED നടപടിക്കെതിരെ ഇന്നും പലയിടങ്ങളിലും CPM പ്രതിഷേധം നടന്നു. എറണാകുളം കാക്കനാട് നടന്ന പ്രതിഷേധ പരിപാടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധം 101% സമാധാനപരമായിരുന്നുവെന്ന് M. സ്വരാജ് പറഞ്ഞു. ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 101% സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു. വാഹനത്തിന്റെ ചില്ല് പൊട്ടിയതിൽ നിന്നത് CPIM നേതാക്കൾ സമയോചിതമായി ഇടപെട്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. വരും ദിവസങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനാണ് CPM തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിൽ. ഇന്ന് 3 പേരെ കൂടി പിടിച്ചതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. അക്രമം ആസൂത്രിതമാണ് എന്നാണ് EDയുടെ പരാതി. സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാൻ DGPയെ ആഭ്യന്തരമന്ത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റിവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. അക്രമസംഭവവുമായി ബന്ധപ്പെട്ട 12 പേരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ നിന്നായി 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി 5 പേരെ കൂടി പിടികൂടാനുണ്ട്.
CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു, ആറ്റുകാൽ ഉണ്ണി എന്നിവർ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചുവരുത്തി റിപ്പോർട്ട് തേടി. ഇന്റലിജൻസ് മേധാവി P. വിജയൻ, ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ എന്നിവരും ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ ഇന്റലിജൻസും ധനകാര്യ വകുപ്പും റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിച്ചുവരുത്തിയത്. കർശന നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് കർശനമായിട്ട് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ഫലമായിട്ട് ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആൾക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകിയതിലെ വിരോധം മൂലം മാരകായുധങ്ങൾ കൊണ്ട് പരിക്കേൽപ്പിച്ചു, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് രണ്ടാമത്തെ FIR-ൽ ഉള്ളത്. വധശ്രമം, ഗുരുതര ലഹളയുണ്ടാക്കൽ, 2 സംഘങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയവയുൾപ്പെടെ 12ഓളം വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ED റെയ്ഡിൽ ഇന്നും മൗനം തുടർന്ന മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. പാണക്കാടെത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഒരുപാട് തവണ അതേസമയം ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അക്രമം ഗൗരവമുള്ളതെന്നും കേസന്വേഷണം തടസ്സപ്പെടുത്താൻ നീക്കങ്ങളുണ്ടായെന്നും വി. മുരളീധരൻ MLA. ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇന്നലെ പരിശോധന നടത്തിയത്. ഇത്തരം കേസുകളൊന്നും ഭയപ്പെടുത്തില്ല എന്നായിരുന്നു പിണറായി വിജയൻ നേരത്തെ നിയമസഭയിൽ പറഞ്ഞത്. പരിഭ്രാന്തിയില്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് അക്രമം അഴിച്ചുവിട്ടത് എന്തിന് എന്നും വി. മുരളീധരൻ ഡൽഹിയിൽ ചോദിച്ചു. MLA ആയ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വി. മുരളീധരന് കേരള ഹൗസിൽ BJP പ്രവർത്തകർ സ്വീകരണം നൽകി. ഉള്ള ഒരു വിഷയമാണ്. കാരണം ഒരു കേസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു കേസ്, ആ കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ വിജയന്റെ ഭാഗത്തു നിന്നും അന്നത്തെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളുണ്ടായി. KSIDC അടക്കം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ശ്രമങ്ങൾ നടത്തി. മിനിയാന്ന് ഈ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സവാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അനുവാദം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ അവര് ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പോയത്. പ്രകോപിതരായി നിന്ന പ്രവർത്തകർക്കിടയിലേക്ക് പെട്ടെന്ന് ED ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്നതാണ് ആക്രമണത്തിന് കാരണമെന്ന് വി. ശിവൻകുട്ടി. അന്തരീക്ഷം ശാന്തമായ ശേഷം ഉദ്യോഗസ്ഥർ പുറത്തു വരികയായിരുന്നു വേണ്ടിയിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. പോലീസ് പാർട്ടി ഓഫീസിൽ റെയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. സാധാരണയായി പാർട്ടി ഓഫീസുകൾ പോലീസ് റെയ്ഡ് ചെയ്യാറില്ല. പാർട്ടി പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ നിയമപരമായി നേരിടുമെന്നും വി. ശിവൻകുട്ടി കോട്ടയത്ത് പറഞ്ഞു. അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ED ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രകടനം അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിനോടത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. അവരെ അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കിക്കൊണ്ട് അവരെ ED ഉദ്യോഗസ്ഥന്മാരെ പുറത്തിറക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് പോലീസാണ്. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുൾ റഹീം മോചിതനായി നാട്ടിലെത്തി. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ റഹീം ഉമ്മയെ നേരിട്ട് കണ്ട നിമിഷം വൈകാരികതയുടേതായി. ഇന്നാണ് എനിക്ക് ശരിക്കും പെരുന്നാളെന്നാണ് ആ ഉമ്മ പ്രതികരിച്ചത്. സന്തോഷമല്ലമ്മ? അൽഹംദുലില്ലാ എൻ്റെ കുട്ടി ഞാൻ ഒത്തൊരുമിച്ച്
രണ്ട് പെരുന്നാൾ, അള്ളാഹിൻ്റെ പെരുന്നാളും എൻ്റെ പെരുന്നാളും. ഇനി ഹാപ്പി ആയിട്ടിരിക്കുമോ? അള്ളാഹുവിന് സ്തുതി. ബലിപെരുന്നാൾ ദിവസം റഹീം എത്തിയപ്പോൾ ഇതല്ലാതെ മറ്റൊന്നും ആ ഉമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല. 20 കൊല്ലത്തെ കാത്തിരിപ്പിനാണ് അവസാനമായത്. എത്ര തവണ പറഞ്ഞാലും തീരാത്ത എല്ലാവരോടുമുള്ള നന്ദി അബ്ദുൾ റഹീം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ഇങ്ങനെ തിരിച്ചു വരാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കണം. പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും പറഞ്ഞാലും മതിയാവില്ല. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്ന് രാവിലെയാണ് വിമാനത്താവളത്തിലെത്തിയത്. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. റഹീമിന്റെ മോചനത്തിനായി 20 വർഷക്കാലമായി പോരാടുന്ന എംബസി വെൽഫെയർ ഓഫീസർ യൂസഫ് കെ കാക്കഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് മറക്കാനാവാത്ത നിമിഷങ്ങളായി. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം 100% സന്തോഷമുള്ള ദിവസമാണ്. അത് അബ്ദുറഹീമിന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണെന്ന് ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നത്. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരിനൊപ്പമാണ് റഹീം എത്തിയത്. നിയമത്തിന്റെ മുമ്പിൽ അബ്ദുറഹീം കുറ്റക്കാരനായിരുന്നെങ്കിലും നിയമത്തിന്റെ ആ ഒരു നിയമം അനുവദിക്കുന്ന ഇളവ് വെച്ചുകൊണ്ട് തന്നെയാണ് ദിയാദനം നൽകിക്കൊണ്ട് അബ്ദുറഹീമിനെ മോചിപ്പിക്കുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 35 കോടി രൂപ ദയാദനമായി നൽകിയാണ് റഹീം മോചിതനായത്. സൗദി അറേബ്യയുടെ കാരുണ്യത്തിന്റെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒത്തൊരുമയുടെയും വിളംബരമായി മാറുകയായിരുന്നു ബലിപെരുന്നാൾ ദിനത്തിലെ റഹീമിന്റെ വീട്ടിലേക്കുള്ള ഈ വരവ്. ക്യാമറാമാൻമാരായ KP ഷൈജു, A അനുരാഗ, റിപ്പോർട്ടർ അനഘ എന്നിവർക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സൗദി അറേബ്യയിലെ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസവും നിയമക്കുരുക്കുകളും പൂർത്തിയാക്കി ജന്മനാടിൻ്റെ തണലിലേക്ക് തിരിച്ചുതിരിക്കുകയാണ് റഹീം. 2006 നവംബർ 28 മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി റഹീം ഗൾഫിലേക്ക് വണ്ടി കയറുന്നത്. കൃത്യം 20 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മെയ് 28 റഹീം സ്വന്തം മണ്ണിലേക്ക് തിരികെ എത്തുമ്പോൾ അത് ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, മലയാളി സമൂഹത്തിൻ്റെ തന്നെ കണ്ണീരും പ്രാർത്ഥനയും സഫലമാകുന്ന നിമിഷമാണ്. കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം 2006 സൗദി അറേബ്യയിൽ ഡ്രൈവർ വിസയിൽ എത്തുന്നത്. സ്പോൺസറുടെ ശാരീരിക വൈകല്യമുള്ള അനസ് എന്ന 15 വയസ്സുകാരനായ മകനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി. 2006 ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. റഹീം ഓടിച്ച കാറിലിരുന്ന് കുട്ടി ഭക്ഷണം ചോദിച്ച് ശാഠ്യം പിടിക്കുകയും റഹീമിന് നേരെ തുപ്പുകയും ചെയ്തു. കുട്ടിയെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ ട്യൂബിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ തട്ടുകയും അത് ഊരിപ്പോവുകയും ചെയ്തു. മിനിറ്റുകൾക്കകം കുട്ടി ശ്വാസം മുട്ടി മരിച്ചു. തുടർന്ന് റഹീമിനെതിരെ കൊലക്കുറ്റം ചുമത്തി സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. സൗദി കോടതി റഹീമിന് വധശിക്ഷ വിധിച്ചു. അപ്പീൽ കോടതികളും സുപ്രീം കോടതിയും ഈ ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു. ഇതിനിടെ റഹീമിന്റെ മോചനത്തിനായി റിയാദിലും നാട്ടിലും വലിയ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെട്ടു. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂരും മറ്റ് സാമൂഹിക പ്രവർത്തകരും റഹീം സഹായ സമിതിയും വർഷങ്ങളോളം കുട്ടിയുടെ കുടുംബവുമായി ചർച്ചകൾ നടത്തി. ഒടുവിൽ കുട്ടിയുടെ കുടുംബം വധശിക്ഷ ഒഴിവാക്കാൻ 34 ദശലക്ഷം സൗദി റിയാൽ, അതായത് ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപ ദയാധനം ആവശ്യപ്പെട്ടു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ തുക കണ്ടെത്തുക എന്നത് അസാധ്യമായി തോന്നിപ്പിച്ച ഒന്നായിരുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്തപ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു. ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരും പ്രവാസി സംഘടനകളും പൊതുജനങ്ങളും ഒത്തുപിടിച്ചപ്പോൾ വെറും ദിവസങ്ങൾ കൊണ്ട് 34 കോടിയിലധികം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിക്കാനായി. ഇത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമായി മാറുകയായിരുന്നു. തുക കോടതി മുഖേന കുട്ടിയുടെ കുടുംബത്തിന് കൈമാറിയതോടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. തുടർന്ന് നിയമപരമായ മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അബ്ദുൾ റഹീം പൂർണ്ണമോചിതനായി. സൗദി ജയിൽ അധികൃതർ നേരിട്ടെത്തിയാണ് റഹീമിനെ റിയാദ് എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരിനും കുടുംബത്തോടുമൊപ്പം റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തി. ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ ഉമ്മയുടെ അരികിലേക്ക് റഹീം മടങ്ങിയെത്തുന്നത് ലോക മലയാളികൾക്കൊന്നടങ്കം വലിയ ഹൃദയനിർവൃതി നൽകുന്ന നിമിഷമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി തുടങ്ങി നേതൃത്വം. ടിനി ടോം ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതിയിൽ നടി അൻസിബയ്ക്ക് പറയാനുള്ളത് കേൾക്കാൻ സംഘടന തീരുമാനിച്ചു. അൻസിബയ്ക്ക് പുറമെ ടിനി ടോം ഉൾപ്പെടെയുള്ളവരും നേരിട്ട് ഹാജരാകണം. അതേസമയം അമ്മയുടെ നിലവിലെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിനായി സമിതി രൂപീകരിക്കണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. താരങ്ങൾക്കിടയിലെ തർക്കവും ആരോപണവും പൊതുമധ്യത്തിലേക്ക് എത്തിയതോടെയാണ് സംഘടനയുടെ പ്രധാന ഭാരവാഹികൾ ഇടപെട്ട സമവായ നീക്കം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് അൻസിബ ഉൾപ്പെടെയുള്ള പരാതിക്കാരെയും ആരോപണ വിധേയരായവരെയും കേൾക്കാൻ താരസംഘടന അമ്മ തീരുമാനിച്ചത്. ജൂൺ 1-ാം തീയതിയോ 7-ാം തീയതിക്ക് ശേഷമോ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അൻസിബയ്ക്ക് സംഘടന നോട്ടീസ് അയച്ചു.
മറ്റ് ആരോപണ വിധേയർക്കും പരാതിക്കാർക്കും സമാനമായ രീതിയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ടിനി ടോം, കുക്കു പരമേശ്വരൻ, ലക്ഷ്മിപ്രിയ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. എല്ലാവരും സംഘടനയുടെ ഓഫീസിൽ നേരിട്ടെത്താനാണ് നിർദ്ദേശം. തെളിവുണ്ടെങ്കിൽ അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഹാജരാക്കണം. അതേസമയം അമ്മയുടെ നിലവിലെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് അൻസിബ പ്രതികരിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അൻസിബ സംഘടനയ്ക്ക് മെയിൽ വഴി മറുപടി നൽകി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണമെന്നാണ് താരം പറയുന്നത്. പരാതി കേൾക്കാൻ പുതിയ സമിതിയെ രൂപീകരിക്കണമെന്ന് അമ്മ ഭാരവാഹികൾക്ക് അൻസിബ മറുപടി നൽകിയിട്ടുണ്ട്. രമേഷ് പിഷാരടി MLA, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി തുടങ്ങിയവരെയോ മറ്റ് നിഷ്പക്ഷരായ നിലപാടുള്ളവരെയോ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന് അൻസിബ ആവശ്യപ്പെടുന്നു. നിലവിൽ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. നടി ലക്ഷ്മിപ്രിയയുടെ വ്യാജ പരാതിയിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SI രേഷ്മ മോശമായി പെരുമാറിയെന്നാണ് അൻസിബയുടെ പരാതി. ഇക്കാര്യങ്ങളും താരസംഘടനയെ അൻസിബ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം താരങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൂൺ ആദ്യവാരം ചേരുന്ന ജനറൽ ബോഡി യോഗം നിർണായകമാണ്. അമൃത ന്യൂസ്, കൊച്ചി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് രാവിലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും ഈദ്ഗാഹുകൾ ഒഴിവാക്കി പള്ളികളിലാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും സമാനതകളില്ലാത്ത ത്യാഗസ്മരണകളുമായി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷത്തിലാണ്. രാവിലെ പലയിടങ്ങളിലും പെയ്ത കനത്ത മഴ ഈദ്ഗാഹുകളുടെ ഒരുക്കങ്ങളെ ബാധിച്ചെങ്കിലും വിശ്വാസികളുടെ ആവേശത്തിന് അത് തെല്ലും മങ്ങലേൽപ്പിച്ചില്ല. തുറസായ സ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾ ഒഴിവാക്കി തൊട്ടടുത്ത പള്ളികളിലേക്ക് നമസ്കാരം മാറ്റുകയായിരുന്നു. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കവിഞ്ഞ പള്ളികളിലാണ് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് പങ്കുചേർന്നത്. നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശംസകൾ കൈമാറി. പ്രവാചകചര്യ പിന്തുടർന്നുകൊണ്ടുള്ള പ്രധാന ആചാരമായ ബലികർമ്മങ്ങൾക്ക് ശേഷം ബന്ധുവീടുകൾ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും പെരുന്നാൾ വിഭവങ്ങൾ പങ്കുവച്ചും വിശ്വാസികൾ പെരുന്നാൾ ദിനം ആഘോഷമാക്കി. അമൃത ന്യൂസ്, മലപ്പുറം. ഭിന്നിപ്പിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണം. ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ തുടരണം. യുവാക്കൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണെന്നും CJPയുടെ രാഷ്ട്രീയം യുവാക്കളെ ആകർഷിക്കുന്നതാണെന്നും ഇമാം പറഞ്ഞു. ആനുകാലിക വിഷയങ്ങളെ മുഴുവൻ പരാമർശിച്ചായിരുന്നു ബലിപെരുന്നാൾ ദിനത്തിലെ പാളയം ഇമാമിന്റെ സന്ദേശം. സാഹോദര്യത്തിന്റെയും അപരമത ബഹുമാനത്തിന്റെയും പ്രാധാന്യം ഇമാം ഓർമ്മിപ്പിച്ചു. മതജാതി വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ സംഘടനാ സമുദായ ഭേദങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യർക്കുമിടയിലുള്ള പരസ്പര സ്നേഹം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബലിപെരുന്നാൾ അടക്കമുള്ള നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾ സാങ്കേതികമായ അറിവിനപ്പുറം നേടിയാൽ പോരാ, അവർ മൂല്യങ്ങളെ മനസ്സിലാക്കണം. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും യുവതയെ രക്ഷിക്കണമെന്നും ഈ ഓപ്പറേഷൻ തൂഫാൻ പൂർണ്ണ വിജയമാവട്ടെയെന്നും ഇമാം പറഞ്ഞു. ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിദ്യാർത്ഥി യുവജനങ്ങളെ വിമോചിപ്പിക്കാനുള്ള ഓപ്പറേഷനെ പ്രാർത്ഥനാപൂർവം നമ്മൾ പിന്തുണക്കുകയാണ്. ലഹരിമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സുപ്രധാന കാൽവെപ്പാക്കി ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാനിനെ അള്ളാഹു മാറ്റുമാറാവട്ടെ. ഈ പദ്ധതിയെ പൂർണ്ണ വിജയത്തിലെത്തിക്കുമാറാവട്ടെ. വിഷുദിനത്തിലെ വിവാദ ഹോട്ടൽ പരസ്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ യുവത അരാഷ്ട്രീയരല്ല എന്ന് CJPയെ പരാമർശിച്ച് ഇമാം വ്യക്തമാക്കി. രാജ്യത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ നമ്മുടെ ചെറുപ്പം ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ അരാഷ്ട്രീയ യൗവനമല്ല. അവർ സാമൂഹ്യ വിഷയങ്ങളൊന്നും അറിയാത്ത കാണാത്ത ചെറുപ്പമാണ് നമ്മുടെ ചെറുപ്പം എന്ന് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചെറുപ്പമല്ല. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കാറുള്ള പെരുന്നാൾ നമസ്കാരം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പാളയം പള്ളിയിലാണ് നടത്തിയത്. പള്ളിയിലെ നമസ്കാരത്തിനു ശേഷം സ്നേഹം പങ്കുവച്ചാണ് എല്ലാവരും മടങ്ങിയത്. കാലാവസ്ഥ മോശമായതിനാൽ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും മുൻ നിശ്ചയിച്ച പോലെ ഈദ്ഗാഹുകൾ നടന്നിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെരുന്നാൾ ആശംസകൾ നേരാൻ മുഖ്യമന്ത്രി പാണക്കാടെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. സാദിഖ് അലി തങ്ങളുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം, DCC അധ്യക്ഷൻ VS ജോയ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പെരുന്നാൾ ആശംസകൾ നേർന്നു. ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരെ ആഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന
ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന് പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ ഈ പെരുന്നാളിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിന്റെ ആശംസകൾ കൂടി നേരുകയാണ്. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് സാങ്കേതികം മാത്രമെന്ന് മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അന്തിമ തീരുമാനം കോടതിയുടേതാണ്. വിഷയത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താലും കോടതി വിധി അന്തിമമാണെന്നും CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക വഖഫ് ബോർഡ് മുനമ്പം പ്രോപ്പർട്ടി വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. അത് ഒരു വെറും നടപടിക്രമമാണ്. ആവശ്യമില്ലാത്ത ആശങ്കയാണ് മുനമ്പത്തുകാർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പുതിയ ആക്ട് അനുസരിച്ച് അതിന് മുകളിൽ വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധിക്ക് മുകളിൽ അപ്പീലുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ജുഡീഷ്യലായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ സ്റ്റാറ്റ്യൂട്ടറി സൊല്യൂഷൻ തന്നെ കോടതികൾ വിധിക്കണം എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ്റിന് അതിൽ ഇടപെടാൻ സാധിക്കില്ല. അത് സബ്ജുഡീസാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു തർക്ക വിഷയത്തിൽ ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് അതിനെക്കുറിച്ച് തീരുമാനം എടുത്താൽ അത് നിയമവിരുദ്ധമാവും. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യമൊരുക്കുന്നതിന് മുൻഗണന നൽകുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചു. പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിയും CBSE ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. मानसिकता में पहुंच चुके हैं. निरंतर चुनाव हारने के कारण वो फ्रस्ट्रेशन में जा चुके हैं. उन्होंने SIR को विरोध किया, उन्होंने EVM को विरोध करते थे, उन्होंने डिजिटल इंडिया को विरोध किया. भारत की वैज्ञानिक प्रगति के साथ तो नहीं है. मैं जब खुद इस विसंगति का, इस अव्यवस्था का सरकार की ओर से दायित्व लेता हूं और उनको अनुरोध करता हूं, उनकी कोई भी बयान इस समय में, मैं पहले भी कभी कहा था कि ये राजनीति के समय नहीं. 6 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന അമ്മയെ സ്വീകരിക്കാൻ കോഴിക്കോട് ഒരുങ്ങിയെന്ന് മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി. 2 ലക്ഷത്തോളം പേർ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും സ്വാമി പറഞ്ഞു. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. 6 വർഷങ്ങൾക്ക് ശേഷം അമ്മ കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷികം പ്രമാണിച്ച് ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ മെയ് 31, ജൂൺ 1 തീയതികളിൽ 2 ദിവസത്തെ പ്രോഗ്രാമാണ് അമ്മ നൽകിയിട്ടുള്ളത്. ഈ 2 ദിവസങ്ങളിലും അമ്മ നയിക്കുന്ന ധ്യാനം, സത്സംഗം, അതുപോലെ ഭജന, അതിനുശേഷം ദർശനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കും. പിന്നെ അമ്മയുടെ സാന്നിധ്യത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമ അർച്ചന, അതുപോലെ തന്നെ രാഹു ശനി ദോഷ നിവാരണ പൂജകൾ, ഇതെല്ലാം ഒപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇത്തരം വർഷങ്ങൾക്ക് ശേഷം അമ്മ വരുന്നതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മ വരുന്ന ദിവസം, അമ്മ തലേ ദിവസമായിരിക്കും 30-ാം തീയതി ആയിരിക്കും വരിക. അപ്പോൾ അന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചേരുന്ന സമയത്തൊരു സ്വീകരണ പരിപാടി അമ്മയ്ക്ക് വെച്ചിട്ടുണ്ട്. സ്വീകരണത്തിന് ശേഷം അമ്മ പിന്നെ അടുത്ത ദിവസമായിരിക്കും മറ്റു പരിപാടികളൊക്കെ തുടങ്ങുക. രാവിലെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് മാനസപൂജ, അതുപോലെ അർച്ചന തുടങ്ങിയ കാര്യങ്ങൾ രാവിലെ തന്നെ തുടങ്ങും. ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ ഹോമാദി കാര്യങ്ങളെല്ലാം നടക്കും. ഈ സമയത്ത് അമ്മ വരുന്നത് കൊണ്ട് ധാരാളം ആൾക്കാർ മലബാർ പ്രദേശത്തു നിന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മലബാറിൽ നിന്ന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണിപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ട അക്കോമഡേഷൻ സൗകര്യങ്ങൾ, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ അന്നശാലയുടെ തയ്യാറെടുപ്പ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
IPL രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം നാളെ നടക്കും. രാത്രി 7:30 മുതലാണ് മത്സരം. ജയിക്കുന്ന ടീം ഫൈനലിൽ കടക്കും. എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയറിൽ കടന്നത്. 47 റൺസിനായിരുന്നു രാജസ്ഥാന്റെ ജയം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.